ഓ ഹായ് ഗൈസ്, വേറൊന്നുമില്ല. എൻ്റെ വണ്ടിയുടെ ചാർജിങ് കോയിൽ ഒഴിച്ചു പോയി. അത് ചാർജിങ് കോയിൽ കേടായിരുന്നു, വണ്ടി ചാർജ് ആവുന്നില്ലായിരുന്നു. നമ്മുടെ മാഗ്നറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റർ എന്ന് പറയും. അപ്പോൾ സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഇടയ്ക്കൊരു വീഡിയോ എടുത്തയാ. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റോ. ഇപ്പം ബേണായി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ബേണായിപ്പോയി. വണ്ടി അടുത്തുനിന്ന് പോയി വന്ന് ഇവിടെ എത്തിയതല്ല, ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. സോ അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചാർജ് ആകുന്നില്ല. നമുക്ക് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. നമ്മുടെ വണ്ടി ഓണായിരിക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് ഒരു ടെർമിനൽ ഊരി വിട്ട് നോക്കിയാൽ മതി. ആ സമയത്ത് വണ്ടി ഓഫായെങ്കിൽ ചാർജ് ആവുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾട്ടർനേറ്റർ കറണ്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് എനിക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. വണ്ടി ജിക്സറാണ്. അപ്പോൾ ജിക്സറിനകത്ത് നോക്കുന്നത് നമ്മുടെ ഈ രണ്ട് മഞ്ഞ പ്രോബ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഐഡിൽ സമയത്ത് നമുക്കൊരു 18 വോൾട്ട് കിട്ടണം, അതായത് AC വോൾട്ട്. അപ്പോൾ അതില്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലാവും ചാർജ് ആവുന്നില്ലെന്ന്. ചാർജ് ആവുന്നുണ്ട്, പക്ഷേ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ചാർജ് ആകത്തില്ല. പിന്നെ ഐഡിൽ നമുക്ക് ഇച്ചിരി കൂടെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതാ വോൾട്ടേജ് കൂടണം. 10-60 എന്തോ എത്തും. നമുക്കൊന്നും കാണിക്കുന്നില്ല, ആകെ 5 വോൾട്ടേ കാണിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചാർജ് ആവുന്നില്ലെന്ന്. അപ്പം ഞാൻ ഈ സാധനം ഓർഡർ കൊടുത്തായിരുന്നു. അവർ പറഞ്ഞ എന്തോ 1 വീക്ക് 2 വീക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന്. പക്ഷേ സംഭവം എനിക്ക് അതിന് മുമ്പ് കിട്ടി. സ്റ്റോക്ക് എടുത്ത് അവരെനിക്ക് തന്നു. നമ്മുടെ കായംകുളമല്ല, കരുനാഗപ്പള്ളി RJ സുസുക്കിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അവരെനിക്ക് സാധനം എടുത്ത് തന്നു. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധനം നേരത്തെ എൻ്റെ ഒരു ഗ്യാസ് കിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ ഒരു വർക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്യാസ് കിറ്റിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഗ്യാസ് കിറ്റ് വാങ്ങേണ്ട വന്നില്ല. ഗ്യാസ് കിറ്റിന് വലിയ വിലയില്ല. സോ അതിരുന്ന് നന്നായി, കളഞ്ഞില്ല, യൂസ് ചെയ്യാൻ പറ്റി. അത് പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേളിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന വയറുണ്ടല്ലോ, അത് മോസ്റ്റ് പ്രോബബ്ലി ഇത് ലീക്ക് ആവുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ജിക്സറിന് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ബോണ്ട് വാങ്ങണം. അപ്പോൾ ബോണ്ട് ഇല്ലാതിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് ലീക്കാവും. നേരത്തെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ മാറ്റിയിട്ടുള്ള ഞാനിത്. പിന്നെയും ബേണായിപ്പോയി. നമുക്കിത് കാണാം, ഇവിടെയാണ് ബേണായിട്ടുള്ളത്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് മാറ്റിക്കഴിഞ്ഞുള്ള കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നെ നിങ്ങൾക്ക് ഇത് വല്ല മാറുവാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ എനിക്ക് അല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നു. നോക്കിയാൽ മതി. ഒന്നുമില്ല, 4 വോൾട്ട് വരിക, 4 ഒന്നുമില്ല, കുറേ ബോൾട്ട് വരിക, വലിച്ചെടുക്കുക. സിമ്പിളായിട്ട് മാറാവുന്നേ ഉള്ളൂ, ടൂൾസ് എല്ലാം ഉണ്ടെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ വണ്ടിയുടെ ഓയിൽ ഫുള്ളി ഡ്രെയിൻ ചെയ്തിട്ടില്ല. ആകെ ഒരു 500 ml ഡ്രെയിൻ ചെയ്തുള്ളൂ. കാരണം റീസെൻ്റ്ലി അങ്ങോട്ട് ഞാൻ മാറ്റിയതുള്ളൂ. എൻ്റെ കപ്പൊന്നും ഇരിപ്പില്ല, അതിന് ഡ്രെയിൻ ചെയ്യാനുള്ള. ഇപ്പോൾ ഒരു 500 ml ചെറിയ മറ്റേ മെഷറിങ് കപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ആകെ 500 ml ഡ്രെയിൻ ചെയ്തെടുത്തു. വണ്ടി ചെറുത് ചരിച്ച് വെച്ചേക്കുക ഇങ്ങോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കി വീഡിയോ എല്ലാം കഴിഞ്ഞ് കാണാം. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾട്ടർനേറ്ററിന് വില പറഞ്ഞില്ലായിരുന്നു, 1770 രൂപ അത്രയും. പിന്നെ നമുക്ക് വേണ്ടതൊരു സിലിക്കണിൻ്റെ ബോണ്ട്, പിന്നെ ഗ്യാസ് കിറ്റ്. സിലിക്കൺ ബോണ്ട് 80 രൂപ അത്ര എടുത്തുള്ളൂ. പിന്നെ ഗ്യാസ് കിറ്റിന് ഓൾമോസ്റ്റ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, 100 അകത്തങ്ങോട്ട് വരത്തുള്ളൂ തോന്നുന്നു. സെപ്പറേറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് ഫുള്ള് ഗ്യാസ് കിറ്റിൻ്റെ കിറ്റ് വാങ്ങിയപ്പോൾ എനിക്കത് കിട്ടിയത്. അപ്പോൾ ഞാനത് എനിക്ക് യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പം അതിവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ അതങ്ങനെ യൂസ് ചെയ്തു.
ഇതിൻ്റെ കറക്റ്റ് എനിക്ക് വില അറിയത്തില്ല, നോക്കണം. പിന്നെ ഇത്രയേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, വണ്ടി കുഴപ്പമൊന്നുമില്ല. കുറേ ദിവസം ഓടിക്കായിരുന്നതുകൊണ്ട് ഒറ്റ സ്റ്റാർട്ടിൽ ഓണായി, പിന്നെ അങ്ങ് ഓഫായിപ്പോയി, കാരണം പെട്രോൾ ഇല്ലായിരുന്നു. പിന്നെ ചോക്ക് വലിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം, അത്രേ ഉള്ളൂ. ബാക്കിയില്ല, ഓക്കെ. ചുമ്മാ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും പരിപാടി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ 2 മഞ്ഞ വയറാണ്. ജിക്സറിൻ്റെ കാര്യം പറയുന്നത്, ഓരോ വണ്ടിക്കും ഓരോ രീതിയായിരിക്കും. ജിക്സറിന് 2 മഞ്ഞ വയർ, ജിക്സർ 2015 മോഡൽ. അപ്പോൾ 2 മഞ്ഞ വയർ കാണും. അതിൽ നമ്മുടെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ സാധാരണ കോയിൽ അല്ലെങ്കിൽ നമ്മുടെ RR യൂണിറ്റായിരിക്കും കേടാകുന്നത്. ഇതിപ്പോൾ RR യൂണിറ്റല്ല, ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ മേടിച്ചു, അത് മാറി, മാത്രമേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.